CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് അതിരൂക്ഷ വിമർശനം. ഇ പിയുടേത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് നിരക്കുന്ന രീതിയിലല്ല. എം മുകേഷ് MLA സ്ഥാനാർത്ഥിത്വത്തെയും പ്രതിനിധികൾ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ AK ബാലൻ നടത്തിയ പരാമർശങ്ങൾ തിരിച്ചടിയായെന്നും കുറ്റപ്പെടുത്തൽ വരികയാണ്. കണ്ണൻ നായർ നൽകിയ വിവരങ്ങൾ. കണ്ണൻ, EP, M മുകേഷ്, AK ബാലൻ, ഇതിൽ EP യെ കേന്ദ്രീകരിച്ചായിരുന്നുവോ കൂടുതൽ വിമർശനങ്ങൾ വന്നത്? ഏതൊക്കെ ഏരിയ കമ്മിറ്റികളാണ് കടുത്ത വിമർശനം ഉയർത്തിയത്? കണ്ണൻ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ തന്നെയാണ്. ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തൽ നൽകിയത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായി. ഇപ്പോൾ ഇ പി ജയരാജൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നിരക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല എന്നുള്ള വിമർശനമാണ്. 7 ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെട്ട സമ്മേളന പ്രതികളാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. ഇ പി ജയരാജന്റെ പ്രവർത്തികൾ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം ഏരിയ തലത്തിൽ അല്ലെങ്കിൽ ലോക്കൽ തലത്തിലുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം ഗ്രൂപ്പ് ചർച്ചയുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ചർച്ചകളിലാണ് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, ഈ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കണം, ചർച്ച ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അതായത് ഈ ഗ്രൂപ്പ് ചർച്ചകളിലെല്ലാം തന്നെ പൊതുവായി ഇ പിക്കെതിരെ ഒരു വിമർശനം ഉണ്ടാകും എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കണം എന്നുള്ള ഒരു തീരുമാനം ഏരിയ തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം വന്നിട്ടുള്ളത്. രണ്ടാമത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലനെതിരെയുള്ള ഒരു പരാമർശമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദത്തിൽ അദ്ദേഹത്തിന്റെ ചിഹ്നം പരിചയപ്പെടുത്തിയ വിഷയം, ഒപ്പം തന്നെ അദ്ദേഹം ഈ സരിനെ കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ, അവയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനം ഈ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലനെതിരെ ഉണ്ടായി. മൂന്നാമത് M മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് M മുകേഷിനെ ആരാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ചോദ്യമാണ് ചില പ്രതിനിധികൾ ഉന്നയിച്ചത്. M മുകേഷിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. കൊല്ലം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും മികച്ച ഒരു വിജയം അല്ലെങ്കിൽ പോലും ഇത്രത്തോളമുള്ള വലിയ പരാജയം നേരിടേണ്ട ഒരു സാഹചര്യം ഈ കൊല്ലത്ത് ഉണ്ടാകുമായിരുന്നില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് എന്നുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിലെ വിഷയമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ CPM എന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറിയും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു കാര്യം വ്യക്തമാക്കണം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ CPM എന്നുള്ള ചോദ്യമാണ് ചില പ്രതിനിധികൾ ഉന്നയിച്ചത്. പലപ്പോഴും കേരളത്തിനകത്ത് ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും കേരളത്തിന് പുറത്ത് വിവരങ്ങൾ നൽകിയത്. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇ പി ജയരാജനാണ് അതിരൂക്ഷ വിമർശനം ഏൽക്കേണ്ടി വരുന്നത്.